ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിപ്പോൾ ഇങ്ങനെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോകാണ്ടാ. എനിക്ക് ആ മെഡിക്കൽ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം ആദംകൂട്ടനെ ഇത്ര ദൂരത്തേക്ക് നമ്മൾ കൊണ്ടുപോയിണ്ടായിരുന്നല്ലോ. കാറ്റാണെങ്കിൽ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കാറ്റടി കുറച്ച് കൂടുതലാണ്. മഴ പെയ്യുന്നുണ്ടായി, ഞാൻ പോയന്ന് ഭയങ്കര മഴയായിരുന്നു. എന്നാലും വന്ന സമയം ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ഇവൻ്റെ ചെവിയിലേക്ക് വന്ന് ഇവന് വല്ല ജലദോഷമോ പനിയോ അങ്ങനെ വരുമോയെന്ന് എനിക്കൊരു പേടിയുണ്ടായി. ഞാൻ ഇവനെ കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ റിസ്കിലാണ് ഞാൻ കൊണ്ടുപോയത്. പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമാവില്ല. അബ്രുവിനും വരും, ആദത്തിനും വരും, രണ്ടുപേരും കൂടി വാശി പിടിക്കും. അങ്ങനെയോ ഭാഗ്യത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആദം കൂട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര കളിയും ചിരിയും കാര്യങ്ങളായിരുന്നു. വൈകുന്നേരം ആണെങ്കിലും അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ വിചാരിച്ച് രാത്രി ഉറങ്ങില്ല. കാരണം ഇവനെ മുൻപ് ഇവൻ കുഞ്ഞിലിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്ന് രാത്രി കാളരാത്രി എന്ന് പറയില്ലേ, ഉറങ്ങില്ല. കരച്ചിലും ബഹളവും ആകപ്പാട് ഇതൊക്കെ. ഇത്ര ദൂരം ബസ്സിന് പോകുമ്പോൾ നമുക്കാണെങ്കിലും ഭയങ്കര ഒരു ക്ഷീണം ഉണ്ടാവും. അതുപോലെ തന്നെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഓക്കെ ആയിരുന്നു. നമ്മുടെ പിള്ളേരെ കാര്യം പറഞ്ഞ സത്യത്തിൽ ഭയങ്കര രസമുണ്ട്. രണ്ടുപേരും അടിപൊളി തല്ല് നടക്കുന്നുണ്ട്. എന്താ തല്ല്! നമ്മുടെ അബ്രുപത്തിന് ഇപ്പൊ ഒരു രക്ഷയില്ല എന്നുള്ളത് നോക്കാം. ഒരു സ്ഥലത്ത് അവൻ ഇരിക്കില്ല. നടന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാൻ ഭയങ്കര പാടാ. ഒന്നാമത്തെ കാര്യം, മുൻപ് ആദ്യത്തിന് നടന്നു തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് നാൾ റൂമിൽ അടച്ചിട്ട് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. അത്ര നാളെങ്കിലും ഒരു സമാധാനം ഉണ്ടായി. അബ്രു അങ്ങനെയല്ലേ, അബ്രുവിന് ഇങ്ങനെ നടക്കണം. ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നടക്കാം. നടക്കുന്നത് ഒരു എന്തിനു പറയാ, ഒരു ബ്രേക്ക് വേണ്ടേ? നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു ബ്രേക്ക് പിടിച്ചിട്ടല്ലേ പോയി. ഇവൻ അങ്ങനെയല്ല, ഒറ്റ ഓട്ടോടും കണ്ണൊക്കെ അടച്ചിട്ടായിരിക്കും. നമ്മൾ തന്നെ പേടിക്കും. ചിലപ്പോൾ പോയി ചുമരുമ്പോൾ പോയി ഇടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. മെഡിക്കലിന് പോയപ്പോഴേ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഐ ടെസ്റ്റ് ഉണ്ടായി. നമ്മളെ കൊണ്ട് ഇങ്ങനെ വായിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കണ്ണടക്കി ഇങ്ങനെ വായിക്കി, ഈ കണ്ണടക്കി അങ്ങനെ വായിക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇവൻ ഇങ്ങനെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അപ്പം വിളിച്ചപ്പോൾ എൻ്റെ കണ്ണടച്ചിട്ട്, അമ്മ ഈ കണ്ണിങ്ങനെ അടച്ചിട്ട്, അമ്മ വായിക്കി, ഈ കണ്ണടച്ചിട്ട് വായിക്കി. എനിക്ക് ഫസ്റ്റിനെ മനസ്സിലായില്ലടാ. പിന്നീട് എനിക്ക് മനസ്സിലായേ എന്നിട്ടാണ് മറ്റേ ഐ ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. അതുപോലെ അമ്മ മാല ഊരി വെക്കി, മാല അന്ന് ഞാൻ ഊരി വെച്ചിട്ട് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. പക്ഷെ ഇവനൊക്കെ നമ്മളിപ്പോൾ അവനോട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവനെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ച് എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞേക്കണേ, എന്തൊക്കെ ചെയ്തേക്കണേ എന്നുള്ളത് അവൻ കറക്റ്റായിട്ട് വീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാ സത്യം. എന്തിനാ എങ്കിട് എവിടെ തെറ്റാ ഇറങ്ങി ചേട്ടൻ. ചേട്ടൻ്റെ പരിപാടിക്ക് ചേട്ടൻ ഇറങ്ങി. കുളിച്ചില്ലേ നീ വെള്ളത്തില്? ഇല്ലാന്നല്ലേ? കണ്ടുപിടിച്ചോളും പിന്നെ അല്ലേ കുഞ്ഞോ? അങ്ങനെ കണ്ട അപ്പാപ്പോട് വണ്ടി എടുക്കുന്നത് ജല്ലക്കോടെ നോക്കി, ജല്ലക്കോടെ നോക്കി. എന്നിട്ട് പറ്റിയ ചേട്ടനോ എവിടെ പോയി അവൻ? ഓയ്യോ, അവൻ പുറത്താണോ? എന്റെ മോന് പോണാ? വിളിച്ച് ചേട്ടാന്ന് വിളിക്കാൻ തുറക്കും. അവർക്ക് വിളിക്ക്, അപ്പാപ്പാന്ന് വിളിക്ക്, അപ്പാപ്പാ. അബുലിന് പുറത്ത് പോയി കളിക്കാൻ പറ്റില്ല. അവിടെ പുറത്ത് പോയി കഴിഞ്ഞാൽ വെള്ളമുണ്ട്. അബുലിമുട്ട് വീഴും. അവനിപ്പോ പുറത്തേക്ക് പോണം. അതിനാണ് ഈ വാതിലിന്റെ അവിടെ നിൽക്കണ. വണ്ടി കഴുകണ അപ്പാപ്പന്റെ വണ്ടി നിനക്ക് കഴുകണ, നിനക്ക് കഴുകണ കഴിഞ്ഞില്ലേ? കഴുകല് അപ്പാപ്പന്റെ വണ്ടി നടക്കില്ലേ? കൊണ്ട് കേട്ടതാ തലയിൽ കെട്ടാണ്ട് വണ്ടി തുറക്കാൻ പറ്റില്ല. തോർത്തുമുണ്ട് കെട്ട്, തലയിൽ കെട്ടിട്ട് അവൻ തുടക്കിയുള്ളൂ. ചേട്ടന്റെ കണ്ണ് പോയി. ശരിയായിട്ടില്ലേ? അബ്രുവിന്റെ ഇറങ്ങണല്ലേ? അതെ ഇറങ്ങണ അബ്രു. ഇറങ്ങണ്ട ഇവിടെ വെള്ളണ്ട്, അവിടെ നിന്നാ മതി. അതവന്റെ തലയിലേക്ക് ഇറങ്ങി പോന്നു മതി. കോഴിക്കോട് കഴിക്കാൻ തുടക്കാൻ വരാനില്ല എന്ന് വെച്ചാ കണ്ണോളത്തിന് അവിടെ വൃത്തിയാക്കാനായിട്ട്
അവനിപ്പോ ഇവന് ഇത് ചെയ്യാനായിട്ട് ഒരു സമാധാനമില്ല. അവിടെ അത് തലയിൽ വെക്കില്ല. അവന് തലയിൽ വെക്കോ ഊരി കളയില്ലേ? പിന്നെ എന്താ കാര്യം വെച്ചിട്ട് ഇങ്ങോട്ട് തിരി. ആ ഭംഗിണ്ട എന്നിട്ട് പറയാൻ വന്ന ഗായ്സ് എന്നിട്ട് ചെയ്യാൻ പോണ രണ്ടടി കൊടുക്കണ്ട കൊടുക്കണ്ടേ വണ്ടി നീ ആ വെള്ളം കൊണ്ട് ഇപ്പൊ കഴുകു വണ്ടി. ഇനി കൊടുക്കണ ഇനി കഞ്ഞി കുടിക്കാൻ വരുമ്പോ കൊടുക്കാം നമുക്ക്. വാ നീ വന്നില്ലേ? നീ വണ്ടി കഴുകാൻ പോവാ കുറുമ്പൻ. മതിയില്ലേ? നീ വണ്ടി ലോക്കാക്കി കഴുകി തല്ലായി. വേറെ തല്ല അവന് മറ്റേ ഓസ് എടുത്തിട്ട് വണ്ടി കഴുകണം. ഒരു ദിവസം കഴുകിയപ്പോ ഓസ് എടുത്ത് ഫുള്ള് കഴുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴുകിയ കാരണം ഇപ്പൊ അവന് ബക്കറ്റിലെ വെള്ളം വേണ്ട, പൈപ്പ് തുറക്കണം, വെള്ളം കഴുകണം. അവന് കരച്ചിലും ബഹളായി. ഇപ്പൊ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചൊരു ബക്കറ്റ് വെള്ളവും കപ്പും കൊടുത്ത് അവന്റെ വണ്ടികൾ കഴുകാൻ വേണ്ടിട്ട് അവിടെ നിർത്തിയേക്കാം. അത് അവിടെ നിന്ന് കഴുകുന്നുണ്ട്. ഇതാരെങ്ങനെ നനഞ്ഞേ? എന്നിട്ടായിരുന്നു പണി. വണ്ടി നിന്റെ വണ്ടി കഴുകിയ കൂറുമ്പൻ. നിനക്കറിഞ്ഞേ എങ്ങനെ കള്ളക്കരച്ചിലറിയാ? കള്ളക്കരച്ചിലറിയാ നല്ലോണം അറിയാം. ചേട്ടൻ കാണിക്കുന്നത് എന്തോ അത് അനിയൻ കാണിക്കുള്ളൂ, അനിയൻ കാണിക്കുന്നത് എന്തോ ചേട്ടൻ കാണിക്കുള്ളൂ. രണ്ടുപേരും കൂടി അപ്പാപ്പന്റെ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവര് കുത്തി മറിഞ്ഞ് ഇങ്ങനെ ഇടിഞ്ഞു മുളകി വീണോണ്ടിരിക്കാണ്. അതുപോലെ പറക്കി തിന്നലോ. ഈ അബ്രു പറക്കി, ഇപ്പൊ അബ്രുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കി തിന്നണ പ്രായമാണ്. അവൻ ചിലപ്പോൾ കടലാസ് പറക്കി തിന്നും, ചിലപ്പോൾ പ്രാണികളൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. അത് നോക്കിയിട്ട് നമ്മുടെ ആദക്കൂട്ടം പിന്നാലെ ഓടിപ്പോയിട്ട് ഇതുപോലെ തന്നെ ചെയ്യുന്നുള്ളതാ. അന്ന് ഇവന് കുറച്ചും കൂടി അറിവായില്ലേ, എന്നാലും അവൻ ചെയ്യില്ലേ. ഇവൻ എന്താ ചെയ്യാ? ഇതുപോലെ തന്നെ അബ്രു എന്താ ചെയ്യണം അതുപോലെ തന്നെ ആദ്യം ചെയ്യും. അബ്രു മുട്ടൂത്തി അഴിയണമെങ്കിൽ അബ്രുവിന്റെ പിന്നാലെ ഓടും, അബ്രു നടക്കണമെങ്കിൽ അബ്രുവിന്റെ പിന്നാലെ ഓടും. ശരിക്കും നമ്മൾ ഇരട്ടപ്പിള്ളേരില്ലേ, ഇരട്ടപ്പിള്ളേരെ പോലെയാണ് കാണിക്കുന്നത്. ഇവന് വാങ്ങിച്ചു കൊടുത്താൽ അവന് കൊടുക്കണം, അവന് കൊടുത്തില്ലെങ്കിൽ അപ്പാപ്പന്റെ മടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് തല്ലുകൂട്ടുണ്ട്. അതായത് ഈ അബ്രുമുത്ത് നമ്മൾ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് അപ്പച്ചന്റെ മടിയിൽ പോയിരിക്കൂട്ടാ. ആദത്തിനെ താഴ്ത്തിക്ക് ഇറക്കി വിടും. ഇവൻ എങ്ങനെയെങ്കിലും കുത്തി ഇരുത്തി ആദത്തിനെ താഴ്ത്തിറക്കിയിട്ട് അബ്രു കയറിയിരിക്കും. അതുപോലെ തന്നെ ആദം എൻ്റെ മടിയിൽ കയറിയിരിക്കണമെങ്കിലും ഇവൻ കുശുമ്പൻ ഓടി വരും എൻ്റെ മടിക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. പ്രായം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ രണ്ടുപേരും കൂടി മടിയിലിരുത്തും. രണ്ടുപേർക്കും കംപ്ലൈൻറ്റ് പാടില്ലല്ലോ, അല്ലെങ്കിൽ അവൻ വിചാരിക്കില്ലേ ഓ ഇവൻ എന്നെ ഇരുത്തിയില്ലേ. കുഞ്ഞു മനസ്സിലാണെങ്കിലും അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉള്ളിലേക്ക് വന്ന. ഈ സമയത്ത് കറി വെച്ചിട്ടേ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ വേവിച്ചത് പിള്ളേർക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊട്ടയുടെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൊട്ട ഇങ്ങോട്ട് നീക്കിയതും സാധനം താഴ്ത്തും ഇങ്ങോട്ട് ചെതറിപ്പോയി. എന്നിട്ട് ഒന്ന് പറക്കിയെടുത്തതാ സംഭവം. ഇനി ഒന്ന് കഴുകണം, അല്ലെങ്കിൽ ഇതുമ്പോൾ പൊടി എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എൻ്റെ ദൈവേ, ഇരട്ടിപ്പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഓരോരോ പണികൾ. അല്ലെങ്കിൽ ഇത് കൊടുക്കണ്ട, ഈ കാട്ടിക്കളയാം. അവർക്ക് വേവിച്ചത് കറി വെച്ചേന്ന് കഴുകിയിട്ട് നോക്കാം, അത് നല്ലത്. കൊടുക്കണ്ട, കോഴിക്ക് കൊടുക്കാം. ഇവിടെ കോഴിയുള്ള കാരണം പിന്നെ എന്തെങ്കിലും വേസ്റ്റ് വന്നാൽ കോഴിക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ അബ്രഹ്മത്തിന് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം. അപ്പം ഞാൻ വിചാരിച്ചേ എന്ന് പുട്ട് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാറ്. നമ്മുടെ ഹെൽത്ത് മിക്സ് ധാന്യപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ, മുന്നേ കുറേ ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അത് തന്നെയായിട്ട് കുറുക്ക് കൊടുക്കുമ്പോൾ കഴിക്കാറില്ല. അപ്പം ഇത് പുട്ടിൻ്റെ കൂടെ, അതായത് അരിപ്പൊടിയുടെ കൂടെ കുറച്ച് മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആശാൻ കഴിക്കുമായിരിക്കും. അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വന്നാൽ കഴിക്കുമെന്നുള്ളത് അറിയില്ല. പുട്ട് പിന്നെയും ഇഷ്ടമാണ്, ഇത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അതിലേക്ക് മിക്സ് ചെയ്ത് നോക്കിയത്. എന്തായാലും ഉണ്ടാക്കതേ പൊടി ഞാനിങ്ങനെ ഇതാക്കി വെച്ചിട്ട് നനച്ചിട്ടില്ല കേട്ടോ, നനയ്ക്കാൻ പോകണുള്ളൂ. ഇത് നമ്മൾ റാഗിപ്പൊടി ഇട്ടപ്പോൾ വേറൊരു കളറായിട്ടാണ്. ശരിക്കും ഇതിൽ മറ്റേ എന്താ പറയുക റാഗി സാധനങ്ങളൊക്കെ ഉള്ളതാണ്, നല്ലതാണ്. അപ്പം അങ്ങനെയാക്കിയത്. ഇനി ഇത് പുട്ടുണ്ടാക്കാൻ കണ ചൂടാക്കി വെക്കാം. നമ്മുടെ പുട്ടുതേ ഒക്കെ ഞാൻ കണയിൽ സെറ്റാക്കി ലേശം തേങ്ങയും കൂടി ചിലവിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അവന് കൊടുക്കാനുള്ള പരിപാടി കഴിഞ്ഞു. ആദ്യത്തിന് പിന്നെ ഗ്രീൻ പീസ് അമ്മച്ചിന്ന് രാവിലെ സ്പെഷ്യലായിട്ട്
ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണക്കമീൻ വറുത്തുണ്ട്. പിന്നെ ഈ ഉണക്കമീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഉണക്കമീൻ ഉണ്ടായ ചോറിന്. പക്ഷെ അത് അധികം കൊടുക്കാൻ പാടില്ല. ഞാൻ ഇടയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ നല്ല മുട്ട പൊരിച്ചു കൊടുക്കേ, അല്ലെങ്കിൽ ഗ്രീൻ പീസ് തന്നെ കൊടുത്ത ചോറ് കൊടുക്കാറ്. അപ്പൊ ബബേനെ വിളിച്ചേ, ബബേനെ ബബേ പോയി ബബേ ബബേ എവിടേക്കാ പിടിച്ചു കയറണേ ബബേന്ന് പറഞ്ഞിട്ട്. അമ്മേ അവിടേക്ക് അവിടേക്ക് അപ്പാപ്പനോ അപ്പാപ്പ മന്തി ഉണ്ടാക്കുന്നത്. ഞാൻ പുളിച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറിനുള്ളിൽ പുളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാടൻ പച്ചമുളകും ലേശം ഉപ്പും ഇട്ട് കഴിഞ്ഞ് അരച്ചിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ സെറ്റ്. പുളിച്ചമ്മന്തി സെറ്റായിട്ടുണ്ട്. നല്ല എരിവുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച അത്ര എരിവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ മറ്റേ വേറെ മുളകിട്ടുണ്ടായ അപ്പം അതിലത്ര എരിവുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ 3 മുളക് കിട്ടും. കുറച്ച് അടിപൊളി സാധനം. നല്ല പുളിയുണ്ട്, എരിവുണ്ട്, അടിപൊളി. ഇതേ കണ്ട കാണാൻ നല്ല ഭംഗിയില്ലേ? വാവ്. ഇതിലൊന്നുമില്ല. പുളിയും ചുവന്നുള്ളിയും പച്ചമുളകും വേപ്പലയും വേപ്പലയല്ല ഉപ്പും വെളിച്ചെണ്ണയും. എൻ്റെ പുളിച്ചമ്മന്തിയിൽ അടിപൊളി എരിവുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മയുടെ അതങ്ങോട്ട് എന്നിട്ട് ആലോചിക്കണേ. ഇന്നിട്ട് ആലോചിച്ചതേ പോണു വണ്ടിക്കാരൻ അവരിന്റെ പൊപ്പി തല വെച്ചേ വണ്ടി ഓടിക്കുന്ന ദൈവമേ തലയിൽ തൊപ്പി വെച്ചെങ്ങനെയൊക്കെ കാണാൻ്റെ നാടന്ന് പോ. ബൈ ബൈ. നന്ദി ദൈവമേ, പടി നന്ദി ദൈവമേ. ദൈവമേ ഇതാരാ വണ്ടിക്കാരനാ? വണ്ടിക്കാരൻ ദൈവം കൊണ്ട് വണ്ടിക്കാരൻ ദേ തൊപ്പിക്കാരൻ. ഒരു വണ്ടിക്കാരനും ഒരു തൊപ്പിക്കാരനും അല്ലേ? ആ പോട്ടെ അവര് പോട്ടെ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ മറന്നുപോയി. മെഡിക്കലിൻ്റെ റിസൾട്ട് വന്നു. മെഡിക്കലിൻ്റെ റിസൾട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നണേ? മെഡിക്കലി ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല. റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മെഡിക്കലി ഫിറ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഏജൻസിയിൽ നിന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്തതിന് താങ്ക് യു, നിങ്ങൾ മെഡിക്കലി ഫിറ്റാണ്, അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ VFSന് പോകണം. അപ്പോൾ VFSന് പോകുമ്പോൾ അതിൻ്റെ റിസൾട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കണം. അതായത് അവിടെ ചെന്നിട്ട് എന്തോ നമ്പറൊക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മുടെ കയ്യിൽ റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ അതുപോലെ തന്നെ എക്സ്റേ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിലും യൂറിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ മെഡിക്കലി ഫിറ്റാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിൽ ഞാൻ വീണ്ടും അത് ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും അതിന് വേണ്ടിയിട്ട് പോകണ്ടേ? ചേട്ടായിയുടെ മെഡിക്കൽ ഉണ്ടായ ദിവസമേ ചേട്ടായിക്ക് വേറൊരു ചേട്ടൻ കൂടി ആയിരുന്നു മെഡിക്കൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ ചേട്ടൻ്റെ റിസൾട്ട് ആ ചേട്ടൻ പാസ്സായില്ല. ആള് പാസ്സായി, പക്ഷെ ആ ചേട്ടൻ പാസ്സായില്ല. ചേട്ടൻ എന്തോ എക്സ്റേയിൽ അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കഫക്കെട്ടിൻ്റെ പോലെ എന്തോ ഒരു പ്രശ്നം, ചെസ്റ്റിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ആള് ഫെയിലായി. അങ്ങനെ ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും പണിയല്ലേ? വീണ്ടും ഇത്ര ദൂരം ഇവനെയും കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ ഇതേപോലത്തെ തന്നെ ഫോട്ടോസ്റ്റാറ്റുകൾ കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ വീണ്ടും ഇത് ചെയ്യണം. കാരണം നമ്മളതൊക്കെ അവിടെ കൊടുത്തൂലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും കാര്യങ്ങൾക്കും എല്ലാത്തിനും നടക്കണം. ഇരട്ടിപ്പണിയാണ്. ദൈവം ഒറ്റ പോക്കിന് അത് നടത്തി തന്നു. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കുള്ളത് VFSന്റെ അപ്പോയിൻമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി എന്നത്തേക്കാന്ന് എനിക്കറിയില്ല. കാഴ്ചയിൽ അമ്മച്ചിന്റെ തലകറക്കം ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പോവാൻ വേണ്ടിയിട്ട് മടിയാവാന്നേ, വേറെ ഒന്നുമല്ല. ഇവിടെ നിന്ന് നമ്മളൊരുവിധം സെറ്റായി കഴിഞ്ഞ് വീണ്ടും അവിടേക്ക് പോയി അവിടെ കഴിഞ്ഞ് 2-3 ദിവസം പിടിക്കും പിള്ളേരൊന്ന് സെറ്റാവാൻ വേണ്ടി. അതിന് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരാം. അങ്ങനെ വരുമ്പോൾ എനിക്ക് ആകെപ്പാടെ പ്രാന്താവും. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരുന്നില്ല, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ അടുത്ത് നിന്നിക്കാം. തലകറക്കം ജസ്റ്റ് കുറഞ്ഞിട്ടുള്ളൂ. വന്നാലും അമ്മച്ചിക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് ഞാൻ പോയാലോ? ഞാൻ പറഞ്ഞു പെട്ടെന്നൊന്നും ഞാൻ പോവില്ല, അമ്മച്ചി പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. എനിക്കാണെങ്കിൽ മെഡിക്കലിന് പോയി എന്ന് ഭയങ്കര പേടിയും ടെൻഷനായിരുന്നു കേട്ടാ. വേറെ ഒന്നല്ല, എന്നെ ഈ കൂട്ടിലിട്ട കിളിയുടെ പോലെ വളർത്തിയേ എന്നെ ഒരു സ്ഥലത്തേക്കും വിടാറില്ല. ഒന്നാമത് ഞാൻ പഠിച്ചത് മാളയിലായിരുന്നു.
പിന്നെ ഞാൻ പഠിച്ചത് അങ്കമാലിയിലായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് അധികം ദൂരമില്ലേ പോയി വരാൻ വേണ്ടിയിട്ട്. എറണാകുളത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പേടിയായിരുന്നു, ആദത്തിനെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനപ്പുറം പേടിയായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റിക്കൊക്കെ പോയപ്പോൾ ഡിന്നിനെയും കൊണ്ടിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പോയി വന്നപ്പോൾ അമ്മച്ചി പറയാന്ന് എനിക്കിപ്പോൾ വലിയ ധൈര്യമായി, നീ വലിയ ആളായിരുന്നു. വലിയ ആളായിട്ടൊന്നല്ല കേട്ടാ. പിന്നെ എൻ്റെ കെട്ടിയവനും പറയുന്നുണ്ട്, നീ പൊക്കോ, നീ പോയി പഠിക്കുക, അല്ലാണ്ട് പിന്നെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം, നീ പേടിച്ച് അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, നീ എന്തായാലും പോയി നോക്ക്, അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക. അങ്ങനെ തന്നെ ഞാൻ ചെയ്ത് പോയി വന്നു കേട്ടാ. ഞാൻ അന്ന് മെഡിക്കലിന് പോയപ്പോഴേ ഞങ്ങൾ മെഡിക്കൽ സെൻ്ററിലേക്ക് കയറായിരുന്നു. അപ്പം നമ്മളറിയണ ഒരു ചേച്ചിനെ കണ്ടുട്ടാ. ആ ചേച്ചി എന്തോ മെഡിക്കലിന് വന്നതാണ്, കുറച്ച് ദൂരെയുള്ള ചേച്ചി കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞു, വീഡിയോ ഇടാറില്ലേ, ഞാൻ വീഡിയോസ് കാണാറുണ്ട്, പോകാനുള്ള കാര്യങ്ങൾ എന്തായി, ഉണ്ണികൾ എന്ത് പറയണു, അങ്ങനെയൊക്കെ ചോദിച്ചു വന്ന് നമ്മുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടാ. ഭയങ്കര സന്തോഷമാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അറിയണ ആരെങ്കിലും ഉണ്ട്, നമ്മൾ അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും അല്ല, എന്നാലും നമ്മളറിയണ ഒരാളെങ്കിലും ഒരു ചേച്ചിയെങ്കിലും വന്ന് വർത്താനം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാ. ആ ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ നേരെ മെഡിക്കലിന് പോയി. അപ്പോൾ ആളുടെ മെഡിക്കൽ കഴിഞ്ഞ ആളെ ഇറങ്ങായിരുന്നു, ഞാൻ മെഡിക്കലിന് കയറാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.